എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കിയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ചിക്കൻ ക്രീമി ബണ്ണ് നമുക്കിവിടെ തയ്യാറാക്കാം. ലേശ നേരം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു രീതി തയ്യാറാക്കി കൊടുത്താൽ. നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ആദ്യം നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ഇളം ചൂട് പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കൈയൊക്കെ ഇട്ടാൽ മുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ള ചൂടുണ്ടാവണം. 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടച്ച് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ ഈസ്റ്റും പാലും ചേർന്നിട്ടുള്ള ഒരു മിക്സ് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ ഫെർമെൻറ്റേഷൻ ഒക്കെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 4 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത്. ആദ്യം നമുക്ക് ഇവയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ രീതിയിൽ ആ പാലുമായിട്ട് ആ മൈദയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷമാണ് ഞാൻ ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും കുഴച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ കൂട്ടിൽ ഈ മൈദ എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ച് ചിലപ്പം കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളമോ പാലോ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കേണ്ടതാണ്. എല്ലാം നല്ല രീതിയിൽ കുഴച്ചെടുത്ത ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഞാൻ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു ബണ്ണിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട്. ഈ ബാറ്റർ ഒരു ഡബിൾ സൈസ് ആകുന്നത് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു ലേശം ഓയിലും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. കാരണം മുകൾവശം ഡ്രൈ ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് ഇത് കറക്റ്റായിട്ട് ഡബിൾ സൈസിൽ പൊന്തി വരും. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. ഇവ രണ്ടും വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് ഒത്തിരി അങ്ങ് വഴന്ന് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. വെളുത്തുള്ളി ഇഞ്ചി വാടി വന്നപ്പോഴത്തേക്കിന് അതിലോട്ട് 1 സവോളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോളയും നമുക്ക് അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. ഉള്ളിയൊന്ന് വഴന്ന് വന്നപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. 2 ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കുക. അതാണ് ഈ ഒരു ഫില്ലിങ്ങിന് ഏറ്റവും നല്ലത്. ഏകദേശം ഒരു 350 ഗ്രാമോളം ചിക്കൻ പീസസ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയും വേണം. ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിൽ ചിക്കനൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ട്. അവയെല്ലാം ഒന്ന് വെറ്റി പീസസ് ഒക്കെ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിലോട്ട് ഇനി നമുക്കൊരു സോസും കൂടെ തയ്യാറാക്കി ചേർക്കാനുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആ സോസും കൂടെ റെഡിയാക്കി എടുക്കാം. ഈ സോസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അൺസോൾട്ടഡ് ആയിട്ടുള്ള 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ കുറച്ച് വെച്ചിട്ട് വേണം മൈദയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇവയെ ഇളക്കി നമുക്ക് മൈദയുടെ റോ ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ഒരു മൂത്ത ഒരു മണം വരുന്നത് വരെ ഈ ബട്ടറുമായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമുക്കൊരു വൈറ്റ് സോസ് ആണ് ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദ എടുത്തേക്കുന്നത്. ചെറുതായിട്ട് മൂത്ത ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കിന് ഇതിനോട്ട് ഇതൊന്ന് തിക്കായി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് കുറേശ്ശെ ചേർത്ത് കട്ടയില്ലാതെ തന്നെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി നമ്മളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പാലിലോട്ട് ഈ മൈദയുടെ കൂട്ട് നമുക്ക് മിക്സ് ആയി കിട്ടും. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം.
ഇനിയും കൈവിടാതെ തന്നെ ഇളക്കി നമുക്കൊന്ന് കുറുകി കിട്ടുന്ന ഒരു പരുവത്തിലാക്കി എടുക്കേണ്ടതുണ്ട്. വൈറ്റ് സോസ് ആണ് നമുക്ക് ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ ബണ്ണാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോയും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ സോസ് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരണം. അപ്പോഴത്തേക്കിനും ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ചോപ്പിയോടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വൈറ്റ് സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനിലോട്ട് നല്ല രീതിയിലൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതി ചിക്കൻ തയ്യാറാക്കി എടുത്താൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. വൈറ്റ് സോസ് ഒക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ. ഈ കൂടിൻ്റെ ചൂടൊന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ബണ്ണ് തയ്യാറാക്കി എടുക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുഴച്ച് വെച്ചിരുന്ന മാവെല്ലാം ഒരു ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇനി മീഡിയം വലുപ്പമുള്ള ബണ്ണുകൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6 ബണ്ണ് തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു ഒരു 4 കപ്പ് മൈദയ്ക്കകത്ത്. അവയെല്ലാം കട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഇനി ഇവയെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അകത്തൊരു കുഴി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അകവശം ഒന്ന് കുഴിയത്തക്ക രീതി കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. നടുവശം നമുക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുക്കത്തക്ക രീതിയിൽ ഒന്ന് കുഴിഞ്ഞ് കിട്ടുകയും വേണം. സൈഡ് വശത്തിൽ ഒത്തിരി അങ്ങ് കട്ടി കൂടാത്ത രീതിയിൽ കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും വേണം. ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ട്രേ റെഡിയാക്കി വെച്ചിരുന്നു നേരത്തെ. ലേശ നേരം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അധികം പാടൊന്നുമില്ല. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പം ഇച്ചിരി ലോങ് ആയിട്ട് തോന്നുന്നതേ ഉള്ളൂ. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കണം. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊന്തി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉൾവശം വേകുകയും വേണമല്ലോ. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസിലോട്ടും താഴ്വശത്ത് നമ്മൾ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസി ചിക്കൻ ബണ്ണാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് ചീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്ങും വെക്കാം. ബണ്ണിൻ്റെ സെൻറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഫില്ലിങ് നമുക്ക് അധികത്തിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ചീസ് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചീസും കൂടെ ഒന്ന് വെച്ചിട്ട് ആ ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം. ബണ്ണ് ബേക്കായിട്ട് വരുമ്പോൾ നല്ല ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുട്ട ബീറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതേ സമയം തന്നെ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. മുട്ടയുടെ ആ ഫ്ലേവറൊക്കെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ. ഇതേ സമയം തന്നെ ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റോളം എടുക്കും നമുക്കിതൊന്ന് ബേക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 25 മിനിറ്റോളം എടുത്തു ഇതുപോലെ ഒന്ന് ബേക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ചീസി ആയിട്ടുള്ള ചിക്കൻ ബൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു ഇച്ചിരി ബട്ടറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടുകൂടി ഇരിക്കുമ്പോൾ ഇച്ചിരി ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ചൂടാറി കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ചൂടാറുന്നത് വരെ നമ്മൾ വെറ്റായിട്ടുള്ളൊരു ക്ലോത്ത് കൊണ്ട് ഇതിൻ്റെ മുകൾവശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും വേണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ബണ്ണ് റെസിപ്പിയാണ് പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.